ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പുതിയൊരു യാത്രാ വിശേഷമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പുലർച്ചെ 4 മണിക്ക് ഒരു ചായയും കുടിച്ച് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. മലപ്പുറത്ത് നിന്ന് കണ്ണൂരിലേക്കാണ് ആദ്യം പോകുന്നത്. ബസ്സിൽ കയറി ഓരോ ഉറക്കം എണീച്ച് കഴിയുമ്പോഴേക്ക് സമയം രാവിലെയായി. ബസ്സിന്റെ ഉള്ളിൽ സിനിമ കാണാൻ വേണ്ടി ടിവിക്ക് ഹെഡ്സെറ്റ് വരെ അവർ തന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ കയറിയത് കൊണ്ട് ഉറക്കമായിരുന്നു പ്രധാനം. അതുകൊണ്ട് പിന്നെ അതൊന്നും ഉപയോഗിക്കാൻ നിന്നില്ല. നല്ല ബസ്സും നല്ല റോഡും ആയതുകൊണ്ട് തന്നെ യാത്ര നല്ല കംഫർട്ടബിൾ ആയിരുന്നു. സമയം ഏകദേശം 7:45 ആവുമ്പോഴേക്കും നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമെത്തി. കണ്ണൂർ തലശ്ശേരിക്കാണ് ആദ്യം പോകുന്നത്. അങ്ങനെ ബസ് ഇറങ്ങി നടന്ന് നൈറ്റ് ഞങ്ങൾക്ക് സ്റ്റേ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു റൂം എടുത്തു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വെറും 900 രൂപയ്ക്കാണ് ഈ റൂം കിട്ടിയത്. സമയം കളയാതെ വേഗം കുളിച്ച് റെഡിയായി. ഇനി നമുക്കൊന്ന് മാഹി വരെ പോകാനുണ്ട്. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് പുട്ടും കഴിച്ച് ഞങ്ങളിപ്പോൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഹി കോപ്പറേറ്റീവ് കോളേജിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ടൂറിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. അതിന് മുന്നേ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിന്റ് എടുക്കാനുണ്ടായിരുന്നു. പ്രിന്റ് എടുത്ത് നേരെ നമ്മൾ കോളേജിലേക്ക് എത്തി. ഏകദേശം ഒരു 3-4 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ക്ലാസ് റൂമിൽ ബെഞ്ചിലിരിക്കുന്നത്. ഇവിടുന്ന് സ്റ്റുഡൻസും ടീച്ചേഴ്സും അടങ്ങുന്ന ഏകദേശം 10-35 പേരുടെ ടീമിനെയാണ് നമ്മൾ ഡൽഹി, ആഗ്ര, മണാലി, കസോൾ കോളേജ് ടൂർ കൊണ്ടുപോകാൻ പോകുന്നത്. അതിന് മുന്നേ ടൂറിൽ വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ടൂറിന്റെ ഒരു പ്രസന്റേഷൻ പറഞ്ഞു കൊടുക്കുകയാണ് ധനേഷേട്ടൻ. ഇന്ന് നൈറ്റാണ് നമ്മൾ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പ്രസന്റേഷനും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ തിരിച്ച് നമ്മൾ റൂമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റൂം എത്തി ഒരു കുളിയും കഴിയുമ്പോഴേക്കും സമയം ഉച്ചയായി. നല്ലൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവൂസ് ഹോട്ടലാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഇന്ന് ലീവായ കാരണം ഇത്താത്താസ് കിച്ചണിലാണ് കയറിയത്. ആദ്യമായിട്ടാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് ബിരിയാണി കഴിക്കുന്നത്. ഈ ഹോട്ടലിൽ ലഗോൺ ബിരിയാണി ആയിരുന്നു അവരുടെ സ്പെഷ്യൽ. ബിരിയാണിയുടെ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ടേസ്റ്റ് വൈസിൽ സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ വയർ നിറച്ച് ഫുഡും കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് റൂമിലേക്ക്. റൂമിലെത്തി ഫാനും ഇട്ട് ഒറ്റ ഉറക്കം. പിന്നെ എണീക്കുന്നത് രാത്രിയാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അടുത്തുള്ള ടൗണിലെ ജംഗ്ഷനിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മെഡിക്കൽ ഷോപ്പിലേക്ക് കയറി നമ്മുടെ ടൂറിന് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് മെഡിക്കൽ കിറ്റുകളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ സാധനങ്ങളും വാങ്ങി തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി ഞങ്ങളുടെ ബാഗും എടുത്ത് റൂമും ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. പോകുന്ന വഴി സമയം വൈകിയത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനും നിന്നില്ല. അങ്ങനെ സ്ഥലത്തെത്തി ഞങ്ങൾ പിക്ക് ചെയ്യാനുള്ള ബസ്സും വന്നു. അങ്ങനെ പിള്ളേരെ ഓരോരുത്തരായി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ചുപേര് വരാനുണ്ട്. ഇവിടെ നിന്ന് നമ്മളെല്ലാവരും റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഡൽഹിക്കുള്ള ട്രെയിൻ. അപ്പോൾ ഇനി വരാൻ പോകുന്ന വീഡിയോസ് എല്ലാം ഈ ഒരു യാത്രയുടെ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.